നമസ്കാരം, ഡോക്ടർ ഹെയർ പരിപാടിയിലേക്ക് സ്വാഗതം. ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സ നടത്താറുണ്ട്. എന്നാൽ അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. പങ്കജകസ്തൂരി ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഊർമിള നായരാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. നമസ്കാരം. ഈ കർക്കിടക മാസം കഴിഞ്ഞു. നമുക്കറിയാം, കർക്കിടക മാസത്തിൽ ഒരുപാട് കർക്കിടക ചികിത്സയൊക്കെ നടത്തി വരുന്നുണ്ട്. പക്ഷെ അതിനുശേഷം നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുശേഷം ശ്രദ്ധിക്കേണ്ടത്? കാരണം ഈ ഒരു മാസത്തെ ഈ ചികിത്സ ഫലപ്രദമാകണമെങ്കിൽ അടുത്ത ചിങ്ങമാസം ആവുമ്പോൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള കുറച്ച് ദിവസങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ വേണം നമ്മൾ പോകാൻ? ആദ്യമായി കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് കർക്കിടക മാസം, അതായത് ഒരു വർഷത്തിലെ മലയാള മാസത്തിലെ ഏറ്റവും അവസാനത്തെ വർഷമായിട്ടാണ്, അവസാനത്തെ മാസമായിട്ടാണ് കർക്കിടക മാസത്തിനെ കണക്കാക്കുന്നത്. അപ്പോൾ തന്നെ പഞ്ഞ കർക്കിടകം അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്കും ഒരു ശരീരത്തിലെ ദോഷസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മനുഷ്യരുടെ എനർജി ലെവലാണെങ്കിലും എല്ലാം ഒന്ന് ക്ഷയിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം വരുന്നത്. കർക്കിടകത്തിൽ പൊതുവേ ഉണ്ടാകുന്ന, നമ്മുടെ ആയുർവേദപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വാദം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ സുഖവും അസുഖവും തീരുമാനിക്കുന്നത്. ഈ 3 ദോഷങ്ങളുടെയും ഇംബാലൻസ്, അതായത് ഒരു അസന്തുലിതാവസ്ഥയാണ് രോഗത്തിന് കാരണമാകുന്നത്. ആ സമയത്ത് മഴക്കാലമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടം പൊതുവെ മഴക്കാലമായിട്ടാണ് കണക്കാക്കുന്നത്. അന്നേരം വരുന്ന മഴക്കാല രോഗങ്ങളെല്ലാം തന്നെ കർക്കിടകത്തിന് കർക്കിടക ചികിത്സയ്ക്ക് അനുകൂലമായിട്ട്, കർക്കിടക ചികിത്സ എന്തിന് എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരമാണ് മഴക്കാല രോഗങ്ങളെ നമുക്ക് കുറച്ച് തടയാനും അതിനോടനുബന്ധിച്ച് ഒരു വർഷത്തെ ആ ഒരു എനർജി എല്ലാം പോയി ഡൗൺ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ പുനർജീവനം ചെയ്യാനും അവരുടെ എല്ലാ ദോഷങ്ങളെയും ഒന്ന് സന്തുലിതാവസ്ഥയിലേക്ക് ആക്കി ഇമ്മ്യൂൺ പവർ വർദ്ധിപ്പിച്ച് എങ്ങനെ നമുക്ക് മുന്നോട്ടുള്ള ആ ഒരു വർഷം നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യിക്കാം എന്നുള്ളതിന് വേണ്ടി തയ്യാറെടുപ്പാണ് കർക്കിടക ചികിത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിത ശൈലി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. രാവിലെ മുതൽ രാത്രി വരെ നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. നമ്മളുടെ ശരീരത്തിനെ അറിയാതെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല, വെള്ളം കുടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഈവൻ നമ്മൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും നമ്മൾ ചിലപ്പോൾ മടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്റ്റോപ്പ് ഇടുക, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. തൽക്കാലം ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു 10-20 ദിവസം നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാദവും പിത്തവും കഫവും ഒക്കെ കോപിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ നമ്മുടെ മെയിനായിട്ടുണ്ടാകുന്നതെന്ന് പറയുമ്പോൾ, ആയുർവേദം എന്ന് പറയുന്നത് അഗ്നിബലം, അതായത് നമ്മുടെ ശരീരത്തിലെ ഡൈജസ്റ്റീവ് പവറിനെ ബേസ് ചെയ്തിട്ടാണ് പല ചികിത്സകളോ അല്ലെങ്കിൽ രോഗത്തിനെ എങ്ങനെ നമുക്ക് മാറ്റാമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ അഗ്നിബലം കൂട്ടുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. മഴക്കാലം ആകുമ്പോഴേക്കും നമ്മൾ കുറച്ചൊന്ന് എല്ലാം കൊണ്ടും ഒന്ന് ഡൗൺ ആയിരിക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പോൾ അഗ്നി ഒന്ന് കിൻഡിൽ ചെയ്യുക, ഒന്ന് ഉദ്ദീപിപ്പിക്കുക, അതിനോടനുബന്ധിച്ച് നമ്മളുടെ ഇമ്മ്യൂൺ പവർ വർദ്ധിപ്പിക്കുക, ദഹനശേഷി വർദ്ധിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കർക്കിടകത്തിൽ കണ്ടുവരുന്ന ഓരോരോ അസുഖങ്ങളാണ് ജലദോഷം വരിക, കഫം പോലെയുള്ള അസുഖം, കഫം കൂടിയിട്ടുള്ള അസുഖങ്ങൾ വരിക, പനി വരിക, പിന്നെ അതുപോലെ അജീർണം വരിക, ഛർദിൽ വരിക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്തുണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് കർക്കിടക ചികിത്സയിലൂടെ ഉദ്ദേശിക്കുന്നത്. പഞ്ചകർമ്മത്തിലൂടെ, പഞ്ചകർമ്മം എന്ന് പറയുമ്പോഴത്തേക്കും ശുദ്ധീകരണ പ്രക്രിയയാണ് ഉദ്ദേശിക്കുന്നത്, ശരീരം പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വർഷം നമ്മളുടെ ബോഡിയിലുണ്ടായിരിക്കുന്ന ടോക്സിൻസ് അതിനെ വിഷാംശങ്ങൾ എങ്ങനെ നമുക്ക് മാറ്റാം, ഡീടോക്സിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും കർക്കിടക ചികിത്സയിൽ ചെയ്യുന്നത്. കർക്കിടക ചികിത്സയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളുടെ അഗ്നിദീപനം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ ശരീരത്തിലെ ഡൈജസ്റ്റീവ് ഫയറിനെ ആദ്യം ഉദ്ദീപിപ്പിക്കുന്നു. അതിനുശേഷം അത് മരുന്നുകളിലൂടെ ആവാം, പുറമേ തേച്ച് എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ കൊണ്ടിട്ടുള്ള ചികിത്സാ രീതികളിലൂടെ ആവാം, മനസ്സിനെ കാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചികിത്സാ രീതികളിലൂടെ ആവാം, യോഗാഭ്യാസം, പ്രാണായാമം മുതലായവയിലൂടെ ആവാം. പിന്നെ ആഹാരത്തിലൂടെ തന്നെ നമ്മൾ ഡയറ്റും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇതിനെ എല്ലാം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനോടനുബന്ധിച്ച് കർക്കിടകം കഴിയുമ്പോഴേക്കും നമുക്കൊരു എനർജി ലെവൽ ഒരിത്തിരി ഒന്ന് ബൂസ്റ്റപ്പ് ആവും. അപ്പോൾ കർക്കിടകം കഴിഞ്ഞ് എന്നുള്ളത് വരുന്നത് അടുത്ത ഒരു 2-3 മാസങ്ങളിലേക്ക്. കർക്കിടക മാസം കഴിഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷേ കർക്കിടകത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ കുറച്ച് ദൂരം കൂടെ നമ്മളെ പിന്തുടരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തും ചികിത്സേനെ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ചികിത്സയിലൂടെ കിട്ടിയിരിക്കുന്ന ആ ഒരു എനർജീനെ നമ്മൾ കരുതലോടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്.
അപ്പോൾ ദിനചര്യ തന്നെ നമുക്ക് നോക്കാം. രാവിലെ എഴുന്നേൽക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം എഴുന്നേൽക്കുന്നത് സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആയുർവേദത്തിൽ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയും. അപ്പോൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റില്ലെങ്കിലും ഒരു 4-5 മണി അല്ലെ 6 മണിയോട് കൂടിയെങ്കിലും എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ ഉടനെ ചെറു ചൂടോട് കൂടിയ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലൊരു ഉന്മേഷം വരും. അതിനുശേഷം നമ്മൾ ബ്രഷ് ചെയ്യുക, മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കും. നമ്മുടെ പ്രഭാതചര്യകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 8 മണിക്കുള്ളിൽ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ലൈറ്റ് ആയിരിക്കണം. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, മഴക്കാലത്ത് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കുറച്ചൊന്ന് ഡൗൺ ആയിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് നമ്മൾ പുഷ്ടി പ്രാപിപ്പിച്ചെടുക്കുന്നതാണ് ഈ ഒരു കഴിഞ്ഞ ഒരു മാസത്തിൽ. ആ ഒരു ഡൈജസ്റ്റീവ് പവറിനെ അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു കിൻഡിലായിരിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദീപിപ്പിച്ചിരിക്കുന്ന ഡൈജസ്റ്റീവ് പവറിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. എന്ന് വെച്ചാൽ നമ്മൾ ഓടിപ്പോയി ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെ ഒഴിവാക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ലൈറ്റായിട്ട് ലഘുവായിട്ട് ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ രാവിലെ എഴുന്നേറ്റാലും കഞ്ഞി കുടിക്കുന്ന ഒരു ശീലമാണ് ഉണ്ടായിരുന്നത്. അത് ചിലപ്പോൾ അന്നത്തെ ഒരു സാമ്പത്തിക സാഹചര്യങ്ങൾ കൊണ്ടുമായിരിക്കാം അങ്ങനെ. പക്ഷേ ശരിക്കും നമ്മുടെ ദിനചര്യയിലോ അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലൈറ്റായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ആ ചെറുതായിട്ടൊന്ന് വർദ്ധിച്ചിരിക്കുന്ന അഗ്നിയെ നമ്മൾ ബലപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റായിട്ടൊരു ഡയറ്റ്, കഞ്ഞി പോലെയുള്ളത് കഴിക്കാം, ചെറുപയർ, പിന്നെ ആവിയിൽ വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാം, പിന്നെ ബനാന അതായത് നേന്ത്രപ്പഴം പോലെയുള്ളത് കഴിക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലൈറ്റായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്തതിന് ശേഷം അതിനോടൊപ്പം തന്നെ ഇഞ്ചിയൊക്കെ ഇട്ട് ചതച്ച വെള്ളം, അതും ഡൈജസ്റ്റീവ് പവറിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡൈജസ്റ്റീവ് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇഞ്ചി ചതച്ച് ഉണ്ടാക്കുന്ന വെള്ളം, മല്ലി ഇട്ടുണ്ടാക്കുന്ന വെള്ളം, ഏലക്ക കൊണ്ടിട്ടുണ്ടാക്കുന്ന വെള്ളം, ഇതെല്ലാം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ആ ഒരു ഉന്മേഷത്തിനെ കീപ്പപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതങ്ങനെയായി. ഉച്ചയോടുകൂടി നമ്മൾ പിന്നെ നമ്മുടെ എന്തായിരുന്നാലും ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു 8 മണിക്കൂറുള്ള ഒരു പ്രോപ്പർ ഉറക്കത്തിന് ശേഷം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആദ്യമായി കഴിക്കുന്ന ഫുഡാണ് നമ്മുടെ ആ ദിവസത്തെ എനർജീനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ആ ഒരു തളർച്ചേനെ മാറ്റി ആ ഒരു ഫുൾ ഡേ വർക്ക് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് തരുന്നത് നമ്മുടെ ആദ്യത്തെ ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ റിച്ച് ആയിരിക്കണം, അതുപോലെ തന്നെ ലൈറ്റ് ആയിരിക്കണം, റിച്ച് ആയിരിക്കണം. പിന്നെ ഈ രാവിലെ എഴുന്നേറ്റിട്ട് ക്യുക്കായിട്ട് എടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടല്ലോ, ഈ ബ്രെഡോ ജാമോ അങ്ങനെയുള്ളതൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഗ്ലൂട്ടൺ അടങ്ങിയതെല്ലാം കുറയ്ക്കുക. ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇഡ്ഡലി ആകാം, പുട്ടാകാം, ദോശയാകാം, എല്ലാം ഒരു ലിമിറ്റിന് ഒരു നറിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് സ്വീകരിക്കുക. അതിനുശേഷം ഉച്ചയോടുകൂടി അപ്പോഴും പറയുന്നത് നമ്മൾ എന്താ പറയുക, കർക്കിടക സമയത്ത് ഉപയോഗിച്ച ഔഷധക്കഞ്ഞി അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഔഷധക്കഞ്ഞി വളരെ നല്ലതാണ്, ശരീരത്തിന് ലൈറ്റാണ്. രാവിലെ കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കുക, രാത്രി കഴിക്കുക, ഇതൊന്നും ബോറടിപ്പിക്കുന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും നമ്മുടെ ഹെൽത്തിന് അത് നല്ലതാണ്. അപ്പോൾ കർക്കിടകം കഴിയുമ്പോഴത്തേക്കും അത് അപ്പാടെ ഒഴിവാക്കേണ്ട കാര്യമില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ചോറോ, അപ്പോൾ ചോറ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അത് നല്ലതായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കാം. മിനിമം എമൗണ്ട് ഓഫ് വാട്ടർ ഇൻടേക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈവനിങ്ങിലാണെങ്കിലും സൂര്യാസ്തമനത്തിന് മുൻപേ ആഹാരം കഴിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമ്മൾ ആരും അതൊന്നും ഫോളോ ചെയ്യുന്നില്ല. എന്നിരുന്നാലും സൂര്യാസ്തമനത്തിന് മുൻപേ തന്നെ ആദ്യമൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ ഒട്ടും തന്നെ ശീലിക്കാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ കർക്കിടകത്തിലൂടെ റിഫ്രഷായ ബോഡീനെ പിന്നെയും നമ്മൾ പഴയൊരു ദിനചര്യയിലേക്ക് കൊണ്ടുവരാതെ പുതിയ ഒരു ഇതിലേക്കായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ചൊരു നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം നമ്മൾ ശീലിച്ചിട്ടില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതൊന്ന് മുൻപേ ആക്കുക. അത് ആദ്യമേ തന്നെ തുടങ്ങാൻ പറ്റിയാൽ നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മിനിമം 7:30-ഓ 8 മണിക്കോ മുൻപേ എങ്കിലും നമ്മളുടെ അത്താഴം കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോഴും വളരെ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ളത് തന്നെ, ഹെവി ആയിട്ടുള്ളതൊന്നും കഴിക്കാൻ പാടില്ല. കാര്യം ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം നോക്കുകയാണെങ്കിൽ നമ്മളുടെ രാത്രിയാണ് നമ്മൾ പകലാക്കി ജീവിക്കുന്നത്. ബിക്കോസ് നമ്മൾ ഫുൾ ഡേ എന്ന് പറയുന്നത് നമുക്ക് ബിസിയാണ്, നമ്മൾ പല വർക്കിലും ഒക്കെ ബിസി ആയത്. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും രാത്രിയിലായിരിക്കും രാത്രിയാണ് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്. സമയം തെറ്റിയായിരുന്നാലും നമ്മൾ എന്താ വിചാരിക്കുന്നത് പറഞ്ഞാൽ, സമയമുണ്ടല്ലോ, ഇനി നമുക്ക് വളരെയധികം റിലാക്സ് ആയിട്ട് ഫുഡ് കഴിക്കാം, ടേസ്റ്റായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ എമൗണ്ടും ക്വാണ്ടിറ്റിയും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് കുറച്ചൊന്ന് മിതപ്പെടുത്തുക. ഈ പറയുന്ന സമയത്തിനുള്ളിൽ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. വെള്ളം കുടിക്കുക. വളരെയധികം ശരീരത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ദിനചര്യ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനോടൊപ്പം തന്നെ
വൈകുന്നേരങ്ങളിൽ നടക്കാനായിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഹൃദ്രോഗങ്ങളെ അകറ്റി നിർത്താനായിട്ട് നമ്മൾ വ്യായാമം സഹായിക്കും. ഈവൻ ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങൾ വന്നാലും അതിനെയൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ നമ്മളെ വ്യായാമമാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ അത് കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ ആ വക കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള സ്ട്രെസ് ഫ്രീ ആയിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഭക്ഷണത്തിൻ്റെ ഒരു ക്രമീകരണം എന്നുള്ളത് അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇപ്പോൾ രാവിലത്തെ ഫുഡിൻ്റെ കാര്യമായാലും രാത്രി വരെയുള്ള കാര്യം പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഈ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക, രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഈ കർക്കിടക മാസത്തിലെ ചികിത്സ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദിനചര്യയിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റം? ഇപ്പം ഡോക്ടർ പറഞ്ഞു തുടങ്ങി, എക്സസൈസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷേ നമുക്കറിയാം ഈ ഒരു ബിസി ഷെഡ്യൂളിൽ നമുക്ക് അതിലേക്കൊക്കെ പോകാൻ വളരെ പ്രയാസമായിരിക്കും. ഇപ്പോൾ കർക്കിടക മാസത്തിലെ ചികിത്സ പോലും ആ ഒരു സമയത്ത് വേണമല്ലോ എന്ന് കരുതി വരുന്ന ആളുകളും ഉണ്ടാകും. പക്ഷെ അതിനുശേഷം അത് പലപ്പോഴും ആ ഒരു ക്രമീകരണം അല്ലെങ്കിൽ ആ ഒരു ദിനചര്യ ഫോളോ ചെയ്യാൻ വളരെ പാടായിരിക്കും. പറ്റുന്നതല്ല. വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു നമ്മുടെയൊക്കെ ഈ ഒരു ബിസി ഷെഡ്യൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഏതൊക്കെ ഉള്ളൊരു ദിനചര്യകളാണ് ഡോക്ടറിന് സജസ്റ്റ് ചെയ്യാനുള്ളത്? നമുക്ക് ഈവനിങ്ങിൽ നമ്മളുടെ ജോലി സ്ഥലത്ത് നിന്ന് നടക്കാൻ പറ്റുന്ന ഭാഗം വരെ ഒന്ന് നടക്കാം. സ്ട്രെസ് ഫ്രീ ആയിട്ട് വളരെ വ്യായാമത്തിന് വേണ്ടിയിട്ട് നടക്കാം. വ്യായാമം എന്ന് പറയുമ്പോഴേക്കും കുറച്ചൊന്ന് ആയാസപ്പെട്ട് ശരീരത്തിന് ആയാസം കൊടുക്കുന്ന ഒരു കർമ്മമാണ് വ്യായാമം എന്ന് പറയുന്നത്. അപ്പോൾ നടക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ആയാസപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു എക്സസൈസാണ്. എല്ലാ മസിലുകൾക്കും അത് എത്തുന്നുമുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ അതിൽ ഞാൻ എടുത്ത് ചോദിച്ചോട്ടെ, അതായത് ഇപ്പം നടക്കുന്ന ഒരു എക്സസൈസ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വളരെ സ്പീഡിൽ നടക്കണം എന്ന് കേട്ടിട്ടുണ്ട്. രണ്ട് കൈയും വീശി തന്നെ നടക്കണം. അങ്ങനെയാണെങ്കിലേ അതിൻ്റെ ഒരു ഗുണമുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ സ്ലോയിൽ നമ്മൾ പാട്ടൊക്കെ കേട്ട് അല്ലെ സംസാരിച്ച് നടക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അതിലൊരു എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകാൻ സാധ്യത? അതായത് നമ്മൾ വ്യായാമം എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ നിന്നും ഉള്ള എക്സസ് ആയിട്ടുള്ള കാലറി ബേൺ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചൊന്ന് സ്പീഡിന് നടന്നാൽ മാത്രമേ ആ കാലറി ബേണിങ് നടക്കുള്ളൂ. അത് അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും സ്പീഡിന് നടക്കണം. റിലാക്സ് ആയിട്ട് നടക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വേഗത്തിൽ തന്നെ നടക്കണം. വേഗത്തിൽ നടക്കുമ്പോൾ നമ്മുടെ കാലറി ബേൺ ആവുകയും, ഇത് പെട്ടെന്ന് നടക്കാൻ പോകുന്ന ഒരു പ്രോസസ്സല്ല. ശരീരം വിയർക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സല്ല. ബട്ട് സ്റ്റിൽ ഒരു വാമപ്പ് എന്ന നിലയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് തുടർച്ചയായിട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഈ ബിസി സ്കെഡ്യൂളിൽ നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാം എന്ന് ചോദിച്ചത് കൊണ്ട് പറയുന്നതാണ്. നമുക്ക് പറ്റുന്ന സ്ഥലം വരെ നമുക്ക് നടക്കാം. ഈവൻ വീട്ടിലെത്തിയാൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോകണമെന്നുണ്ടെങ്കിലോ അപ്പുറം എന്തെങ്കിലും ഗ്രോസറീസ് വാങ്ങിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാം. നമ്മൾ കുറച്ചൊന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശുദ്ധവായു ശ്വസിക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. കാര്യം എപ്പോഴും നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ ഒരു AC എൻവയോൺമെൻറ്റിൻ്റെ അകത്തോ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെയൊക്കെ നമ്മുടെ ലങ് കപ്പാസിറ്റി കുറയും. അപ്പോൾ അത് പുറത്തിറങ്ങി നമ്മൾ വ്യായാമത്തിലൂടെ നമുക്ക് ലങ് കപ്പാസിറ്റിയും കുറച്ചുകൂടെ പിന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ശ്വാസം എടുക്കാനും പുറത്തേക്ക് വിടാനും ഒക്കെ പറ്റുന്നത് നമ്മുടെ ലങ് വോളിയം കൂടുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഓക്സിജൻ കൂടും ശരീരത്തിൽ, അതിൻ്റേതായിട്ടുള്ളൊരു എനർജി വർദ്ധിക്കും. അപ്പോൾ എന്തായിരുന്നാലും നടക്കുമ്പോഴേക്കും കുറച്ചൊന്ന് വേഗത കൂട്ടി തന്നെ നടക്കുന്നതായിരിക്കും നല്ലത്. അതിനോടൊപ്പം തന്നെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ വീട്ടിലെന്ന് പറയുമ്പോഴേക്കും ജോലി ചെയ്യുന്ന സമയത്ത് എഴുന്നേറ്റിട്ടുള്ള ജോലികൾ ചെയ്യാം. അതെ, എഴുന്നേറ്റുള്ള ജോലി ചെയ്യുക. എപ്പോഴും നിന്നിട്ടുള്ള ജോലികൾ, ഇപ്പോൾ എല്ലാവർക്കും നിന്നിട്ടുള്ള ജോലികളാണ് ഇഷ്ടം. നിന്ന് കുക്ക് ചെയ്യുന്നതാണ് എല്ലാവർക്കും സൗകര്യം. ഈ പണ്ട് കാലത്തൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ എല്ലാ ജോയിൻസിനെയും അത് കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിലാണ് കാൽ മടക്കി ഇരുന്ന് എഴുന്നേറ്റ് അമ്മമാർ ജോലി ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കുന്നത് പോലും നിന്നിട്ടാണ്. ഡൈനിങ് ടേബിളിൽ ഇരിക്കും, ചിലപ്പോൾ നിൽക്കും. കാര്യം നമുക്ക് സമയമില്ല, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈലിനെ ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഇപ്പോൾ പഴയ കാലത്ത് വീട്ടിൽ ശ്രദ്ധിച്ചാലറിയാം, എല്ലാ കാര്യങ്ങളും ഇരുന്നിട്ടാണ്. അടുപ്പ് പോലും ഇരുന്നിട്ടാണ്. തേങ്ങ ചിരങ്ങുന്നതാണെങ്കിൽ ഇരുന്നിട്ടാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ മസിൽസിനെ കംപ്ലീറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈവൻ ഇപ്പോൾ ആർക്കും കൊച്ചുകുട്ടികൾക്ക് പോലും ഇരിക്കാൻ മടിയാണ്, സ്ക്വാട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ജിമ്മിൽ പോയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ നമുക്കിതൊക്കെ ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറെ കാര്യം ചോദിക്കുന്നത്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ആയുർവേദ ചികിത്സ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്, ആ ഒരു മാസം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചികിത്സയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെ നമ്മുടെ കാര്യങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ
എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും? ആ ഒരു മാസത്തേത് മുഴുവൻ പ്രയോജനം ഇല്ലാതാകും എന്നുള്ളതാണോ, അതോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വരണമെങ്കിൽ അതേ രീതിയിലുള്ള ഫോളോ അപ്പ് നടത്തി കഴിഞ്ഞാൽ കുറച്ചു ദിവസം കൂടെ കാര്യം അത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒരു ക്ഷീണിത അവസ്ഥയിൽ നിന്ന് നമ്മുടെ ശരീരത്തിനെ റിവൈവ് ചെയ്തെടുക്കുന്ന ഒരു സമയം കൂടെയാണ് കർക്കിടകം. അപ്പോൾ അതിനുശേഷം നമ്മൾ പഴയപടി തന്നെ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ആഹാരമായിക്കോട്ടെ, നമ്മുടെ സമയം ആയിക്കോട്ടെ, രാവിലെ എഴുന്നേൽക്കുന്ന ദിനചര്യകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ കുറച്ചൊന്ന് ഫോളോ ചെയ്യുന്നത് കിട്ടിയ ആ ഒരു ഗുണം കുറച്ചുകൂടെ നീട്ടി ഈ പറയുന്ന പോലെ അടുത്ത വർഷം വരെ നമുക്കൊരു എനർജി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ലേഹ്യങ്ങളൊക്കെ ഉണ്ട് ആയുർവേദത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. ചവനപ്രാശം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഒരു വ്യക്തിയുടെ അഗ്നിബലം, ദഹനശേഷി അനുസരിച്ച് മാത്രമേ എപ്പോഴും ലേഹ്യം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ നെയ്യ് ആയിക്കോട്ടെ, അതിനുള്ളിലെ കണ്ടൻസ് ഒക്കെ ഈസിലി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് എപ്പോൾ വരെ ഉപയോഗിക്കണമെന്നും എത്ര സമയം, എത്ര ദിവസത്തിൽ എത്ര ഡോസ് ഉപയോഗിക്കണമെന്നുള്ളതെല്ലാം ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായ പ്രകാരം. അപ്പോൾ അതെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ വൈറ്റമിൻ സി പോലെയുള്ള ഈ ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ആഹാര സാധനങ്ങളൊക്കെ എപ്പോഴും ഉപയോഗിക്കാം. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിക്കാം. പിന്നെ മുളപ്പിച്ച പയർ, കടല, ഇങ്ങനെയുള്ളതെല്ലാം ഇതാണ് ഡയറ്റിൽ പറയാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓടിച്ചാടി പിന്നെയും നമ്മുടെ ജോലിയിലേക്ക്, ഇപ്പം വെയിൽ കൊള്ളുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വെയിൽ കൊള്ളുന്നത് കുറയ്ക്കുക. വെയിൽ കൊള്ളുന്നത് കുറയ്ക്കുക, പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല, കുട ചൂടിയിട്ട് പോവുക, അല്ലെങ്കിൽ വെയിൽ കൊള്ളുന്ന ആ ഒരു സാഹചര്യം ഒന്ന് കുറയ്ക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഉള്ള ബിസി സ്കെഡ്യൂളിൽ നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരാളോട് അവിടെ പോയി ഇരിക്കണം, അല്ലെങ്കിൽ 14 ദിവസം ചികിത്സ എടുത്ത് നിങ്ങൾ 14 ദിവസം എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഈ മാഡം നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും അപ്പോൾ അങ്ങനെ തന്നെയാണോ? അത്രയും ദിവസം നമ്മൾ ചികിത്സ കഴിഞ്ഞാൽ ഫുൾ റെസ്റ്റ് എന്നുള്ള തരത്തിൽ തന്നെയാണോ അതിൻ്റെ ബാക്കിയായിട്ട്? അത് ഓരോരുത്തരുടെ ശാരീരിക നിലവാരം അനുസരിച്ചായിരിക്കണം. നമ്മളിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, നടുവേദനയൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള ആളുകളാണ്, അവരുടെ ജോലി സാഹചര്യവും കൂടെ നമ്മൾ നോക്കണം. ഇപ്പോൾ IT പ്രൊഫഷണൽസ് ആണ്, കംപ്ലീറ്റ് ഫുൾ ടൈം എന്ന് പറയുമ്പോൾ ഇരുന്നിട്ടുള്ള പണികളായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും സ്ട്രെയിൻ ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് നാളുകൂടെ നമ്മൾ റെസ്റ്റ് എടുക്കുക. ഇപ്പോൾ ഇത്രയും റെസ്റ്റ് എടുത്തത് കൊണ്ട് കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് എടുത്തതിന് ശേഷം ഗ്രാജുവലി ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് പൊതുവേ കൊടുക്കുന്ന ഒരു അഡ്വൈസ്. എന്ന് വെച്ച് ഹെൽത്തി ആയിരിക്കുന്ന ഒരു മനുഷ്യനോട് പിന്നെയും 14 ദിവസം റെസ്റ്റ് എടുക്കണം എന്നുള്ളത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അഡ്വൈസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അഗ്നിബലം അനുസരിച്ചും ശരീരബലം അനുസരിച്ചും അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് പിന്നെ പ്രവേശിക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു കാര്യമുള്ളത്, ഈ ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ്. അതെന്താണ് ആയുർവേദത്തിൽ അത്രത്തോളം പ്രാധാന്യം നൽകുന്നത്? എന്തുകൊണ്ട്? ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെയാണെങ്കിൽ പോലും നമ്മൾ കുളിപ്പിക്കുമ്പോൾ എണ്ണ തേപ്പിച്ച് തന്നെ കുളിപ്പിക്കണം എന്ന് പഴമക്കാർ പറയുന്ന കാര്യം കൂടെയാണ്. അതെന്താണ് ആയുർവേദത്തിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? അതായത് ടച്ച് എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഹീലിംഗ് പവർ ഉള്ളത് ടച്ചിലാണ്. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് നമ്മൾ ബോഡിയെ നറിഷ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് മസിൽസിലും സ്കിന്നിലും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു ഗ്ലോ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു എനർജി ആയിക്കോട്ടെ, സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോൾ മസിൽ ടോൺ ഇമ്പ്രൂവ് ആകും. എല്ലാ കാര്യം കൊണ്ടും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. അതിന് അഭ്യംഗം എന്നാണ് പറയുക. നമ്മൾ ആയുർവേദിക്കിലെ ആണ് പറയുന്നത് അഭ്യംഗം എന്നാണ്. അപ്പം അഭ്യംഗം ആചരേ നിത്യം എന്നാണ് അതിൻ്റെ ശ്ലോകം പറയുന്നത്. എല്ലാ ദിവസവും അഭ്യംഗം ചെയ്യുക എന്നുള്ളത്. എന്തെങ്കിലും മെഴുക്കിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈയുടെ ഒരു ഓട്ടം, റണ്ണിങ് പവർ കൂടുകയും അതിനനുസരിച്ചുള്ള ഒരു സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നല്ല രീതിയിൽ അവർക്ക് ജോയിൻസിന്, ഇപ്പോൾ നേരത്തെ പറഞ്ഞു കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത് എണ്ണ തേപ്പിച്ചതിന് ശേഷമാണ്. അപ്പോൾ അവരുടെ മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ആകും, ജോയിൻസ് ഒന്ന് റിലാക്സ് ആകും. അപ്പോൾ അവർക്ക് ഫ്ലെക്സിബിലിറ്റി കൂടും. അപ്പോൾ അത് ചെയ്യിക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, എക്സസൈസ് ചെയ്യിക്കാനൊക്കെ. ഇപ്പോൾ മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും എണ്ണ തേക്കുമ്പോൾ കിട്ടുന്ന ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഫീലുണ്ട്, ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് ഒരു വശം. പിന്നെ ഈ പറയുന്ന ആ ഒരു സർക്കുലേഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു എനർജി, അതും നമുക്ക് കണക്കാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്നുള്ളത്, ഇപ്പോൾ എല്ലാവരും ഒരുപാട് ആളുകൾ അതിലേക്ക് വരുന്നുമുണ്ട്. ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് തോന്നുന്ന യോഗ എന്നുള്ള കാര്യമാണ്. അത് നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഒരുപാട് ട്രെയിനിങ് സെൻറ്ററുകളുണ്ട്, അതിലൊക്കെ ഒരുപാട് പ്രാധാന്യം ഇപ്പം യോഗയ്ക്ക് നൽകുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. യോഗയ്ക്ക് ആയുർവേദത്തിലുള്ളൊരു പ്രാധാന്യം എങ്ങനെയാണ്? അത് യോഗയിലൂടെ ഒരുപാട് രോഗങ്ങൾക്ക് ഭേദമാകാൻ യോഗ ഒരുപാട് സഹായിക്കും. ഇപ്പം മനുഷ്യരുടെ സ്വഭാവത്തെ പോലും, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മനുഷ്യൻ്റെ സ്വഭാവത്തെ പോലും, ഇപ്പോൾ ദേഷ്യം കൂടുതലുള്ളവർക്കോ അല്ലെങ്കിൽ പ്രാണായാമം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആവുമെന്ന് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആയുർവേദത്തിൽ എങ്ങനെയാണ് യോഗയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? ആയുർവേദത്തിൽ ഹീലിംഗ് എന്ന് പറയുന്നതാണല്ലോ ബോഡി ഹീലിംഗ്. അപ്പോൾ യോഗയിലൂടെ ബോഡി ആൻഡ് മൈൻഡാണ് വരുന്നത്.
അപ്പോൾ യോഗ പല പല ആസനങ്ങൾ പറയുന്നുണ്ട്, പോസ്റ്റേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ബോഡി ബാലൻസിങ് ആണ് പ്രധാനമായിട്ടുള്ളത്. നമ്മളുടെ ശരീരത്തിനെ നമ്മൾ വഹിക്കുക എന്നുള്ളതാണ് പ്രധാനം, ക്യാരി ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുക. എന്ത് പറയാൻ, ഇപ്പോൾ പല ആസനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു മസിൽസിൻ്റെയൊക്കെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ടാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മളതിലേക്ക് പോകാം. അപ്പോൾ ആയുർവേദിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ പാരലൽ ടു ദ ഫിസിക്കൽ തെറാപ്പി, നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന ആ ഒരു തെറാപ്പിക്കൊപ്പം തന്നെ മൈൻഡിൻ്റെ ഹീലിങ്ങും യോഗയിലൂടെ സാധ്യമാകുന്നു. ഒരുപാട് എനർജി വേസ്റ്റ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല യോഗയിൽ വരുന്നത്. ഒരു വ്യക്തിക്ക് അവൻ്റെ ബോഡിയുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റേഴ്സ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ പറയുകയാണെങ്കിൽ രോഗപരമായിട്ട് പറയുകയാണെങ്കിൽ ഡയബറ്റീസിനുള്ള കാര്യങ്ങൾ, പാൻക്രിയാസിൻ്റെയും ആ ഒരു ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പോസ്റ്റേഴ്സ്, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന പോസ്റ്റേഴ്സ്, ഇങ്ങനെ പല തരത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ കർക്കിടകത്തിലാണെങ്കിലും നമുക്ക് ഭുജംഗാസന, താടാസന, വൃക്ഷാസന അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു യോഗാചാര്യൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ നമുക്കൊരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ അത് വളരെയധികം ഉപകരിക്കുന്നതാണ്. അപ്പോൾ പ്രാണായാമം പോലെയാണെങ്കിലും വളരെ സ്ട്രെസ്സായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രാണായാമം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രാണായാമം എന്ന് പറയുമ്പോഴേക്കും ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ മൈൻഡിനെയൊക്കെ വളരെയധികം ചിന്തയിൽ വളരെയധികം റിലാക്സേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ പ്രാണായാമം, നാഡീശുദ്ധി പ്രാണായാമമുണ്ട്, പിന്നെ ഭസ്ത്രിക, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് ശ്വാസം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യായാമം നമുക്ക് പ്രാണായാമത്തിലൂടെ കിട്ടിയാൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ മൈൻഡ് ഹീലിംഗ്, സൂത്തിങ്, അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് ആ ഒരു ഇതിനെ ലിങ്ക് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യമുള്ളത്, ഈ ആയുർവേദത്തിലെ ഏത് ചികിത്സയ്ക്കും ഒരു പഥ്യം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ചികിത്സകൾക്ക് ശേഷം ഭക്ഷണത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ക്രമീകരിക്കേണ്ടത്? അങ്ങനെ അത് കുറച്ചുകൂടി അത്യാവശ്യമല്ലേ, ഈ ഭക്ഷണ കാര്യങ്ങളും കൂടി അത്തരത്തിലുള്ള ഈ ചികിത്സ നൽകുന്നതിനോടൊപ്പം തന്നെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, ദിനചര്യയിൽ നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അത് കർക്കിടകത്തിന് ശേഷം, തൊട്ട് ശേഷം നമ്മൾ എങ്ങനെയുള്ളത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഡൈജസ്റ്റീവ് പവറൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ലൈറ്റായിട്ടുള്ളതെന്ന് പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ നോർമൽ ഒരു ഡയറ്റിലേക്ക് കടക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ശരീരത്തിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള, ശരീരത്തിന് വേണ്ട ആഹാര പദാർത്ഥങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്, കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ മുന്നോട്ടുള്ള ആ ഒരു ജീവിതത്തിനെ എങ്ങനെ ബലപ്പെടുത്തുന്നു എന്നുള്ളതിനിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പഥ്യം എന്ന് പറയുന്നത്. വാദം, പിത്തം, കഫം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ വാദം എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു കാറ്റ്, തണുപ്പ്, അങ്ങനെയുള്ളൊരു സാഹചര്യം. കഫമായിക്കോട്ടെ അങ്ങനെ തന്നെയാണ്. പിത്തം എന്ന് പറയുന്ന കുറച്ചുകൂടെ ചൂട് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വാദം ദുഷിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും വാദം ദുഷിക്കുക എന്ന് പറഞ്ഞാൽ വാദം ബോഡിയിൽ കൂടിയിരിക്കുന്ന സമയത്ത്, ജോയിൻസിനൊക്കെ വേദന, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മളെപ്പോഴും സ്വീകരിക്കേണ്ടത് കുറച്ച് ലൈറ്റായിട്ടുള്ള, മിതമായിട്ടുള്ള ആഹാര രീതിയാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് എരി പാടില്ല, ഒരുപാട് പുളി ഉണ്ടാകാൻ പാടില്ല, ഒരുപാട് ഉപ്പ് ചേരുന്നത് പാടില്ല, ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ളത് ഒഴിവാക്കുക. കറി വെച്ച ആഹാര പദാർത്ഥങ്ങളെല്ലാം ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള. അപ്പോൾ ചോദിക്കും, ഫിഷ് കഴിക്കാൻ പാടില്ലേ, ചിക്കൻ കഴിക്കാൻ പാടില്ല? കഴിക്കാം, പക്ഷേ എല്ലാം സർവ്വധർമ്മേഷു മധ്യമം എന്ന് പറയുന്നത് പോലെ എല്ലാം ഒരു മിതമായ രീതിയിൽ കഴിക്കുന്നതാണ് നല്ലത്. പാടെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥേനെയും ബാധിക്കും. നമ്മളെപ്പോഴും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് ഐറ്റം ഇനി കഴിക്കരുത് എന്ന് പറയുന്നത് നമ്മളെ പെട്ടെന്ന് ഒരു നിരാശയിലേക്ക് കടത്തിവിടും. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കുറച്ച് കഴിക്കാം. അതിൻ്റെ അംശം, അതായത് കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. പാടെ ഒഴിവാക്കുന്നതിനേക്കാൾ അവർക്ക് കുറച്ചുകൂടെ ഹാപ്പിനെസ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. കൂടുതൽ പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം, നാരുകൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാം. കാര്യം ഡൈജഷൻ പവർ കുറഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആഹാര പദാർത്ഥങ്ങളെല്ലാം ദഹിച്ചതിന് ശേഷം അതിനെ നമ്മൾക്ക് പിന്നെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രയാസങ്ങളുണ്ടാകാം. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ, പ്രോപ്പറായിട്ടുള്ളൊരു മലശോധന, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തിൽ ഫൈബ്രസ് ആയിട്ടുള്ള കണ്ടൻറ്റും വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ അത് വളരെ കുറവാണ്. കാര്യം ചിക്കൻ അല്ലെങ്കിൽ കൂടുതൽ പൊറോട്ട അങ്ങനെയുള്ള മൈദ കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്.
ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ എന്താണെന്ന് എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഇങ്ങനെയുള്ള നോൺ വെജ് പ്ലസ് ഇതുപോലെയുള്ള മൈദ കലർന്ന ഭക്ഷണ സാധനങ്ങളായിരിക്കും പ്രിഫർ ചെയ്യുക. ജങ്ക് ഫുഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടതെന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക, നാരുകൾ. ഇപ്പം നമ്മൾ അത് വേണ്ട എന്ന് പറയേണ്ട, അതിൻ്റോടൊപ്പം തന്നെ സാലഡ്സ് യൂസ് ചെയ്യാം, കൂടുതലായിട്ട് വാട്ടർ കണ്ടൻറ്റുള്ള പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം, സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. പിന്നെ ഈ പറയുന്ന പോലെ ഡയറക്റ്റ് ഷുഗർ ഒഴിവാക്കി നാച്ചുറൽ ഷുഗർ യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. പ്ലസ് നമ്മുടെ വ്യായാമവും കൂടെ ആകുമ്പോഴേക്കും കുറച്ചുകൂടെ നമുക്ക് എനർജി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. ആഹാരം പ്ലസ് വ്യായാമം എന്നുള്ള രീതിയിൽ. അപ്പോൾ പഥ്യാഹാരങ്ങൾ എന്ന് പറയുന്നത്, പഥ്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കുന്നതിനെയാണ് പഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശരീരത്തിനെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിനെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. വേറൊരു കാര്യമുള്ളത്, ഈ ഉഷ്ണജലം അല്ലെങ്കിൽ ശീതജലം അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെന്താണ് അതിൻ്റെ അങ്ങനെ വേണം കുളിക്കാൻ എന്നുള്ള കാര്യം കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയും. ഇപ്പോൾ കർക്കിടക ചികിത്സ കഴിയുമ്പോഴേക്കും ഉഷ്ണജലത്തിൽ കുളിക്കുക എന്ന് പറയുന്നത് അത് ചികിത്സയുടെ ഭാഗമായിട്ട് പറയുന്നതാണ്. കാര്യം നമ്മൾ വാമപ്പ് ചെയ്ത് ആവുന്നത് പോലെയാണ് ഒരു ചികിത്സ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലെ നോർമൽ ടെമ്പറേച്ചർ, താപനില കുറച്ചൊന്ന് ഉയർന്നിരിക്കും. അപ്പോൾ ഓടിപ്പോയി പെട്ടെന്ന് പച്ചവെള്ളത്തിൽ കുളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമ്മളത് പറയുന്നു, കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം പച്ചവെള്ളത്തിൽ കുളിക്കേണ്ട എന്നൊന്നും ആരോടും പറയുന്നില്ല. പച്ചവെള്ളം എന്ന് പറയുമ്പോൾ അതിശീതമായിട്ടുള്ള ജലം ശരീരത്തിൽ ഒഴിക്കുന്ന അത് പാടില്ല. റൂം ടെമ്പറേച്ചർ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു റൂം ടെമ്പറേച്ചറിൽ നിന്നുള്ള നല്ല തണുപ്പ് മാറ്റി നല്ല ചൂടുമല്ലാത്ത രീതിയിലുള്ള ജലം വേണം എപ്പോഴും നമ്മൾ കുളിക്കാനായിട്ട് ഉപയോഗിക്കാൻ. പ്രധാനമായിട്ടും തലയിൽ, ശിരസിൽ നമ്മൾ ഒരിക്കലും ചൂടുവെള്ളം ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്, ശിരസിൽ നമ്മളുടെ പ്രധാനപ്പെട്ട ഓർഗൻസാണ് കീപ്പപ്പ് ചെയ്തിരിക്കുന്നത്, പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി കണ്ണ് എപ്പോഴും ഒരു പിത്തസ്ഥാനമായിട്ടാണ് പറയുന്നത്. പിത്തം എന്ന് പറയുന്നത് ഒരു പിന്നെ ചൂടിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ദോഷമായിട്ടാണ് പറയുന്നത്. അത് എഗെയിൻ അത് നല്ലതല്ല, കണ്ണിന് നല്ലതല്ല. പിന്നെ തലയിലുള്ള രോമകൂപങ്ങൾ, ഹെയർ ഫോളിക്കിൾസ്, അതിനൊക്കെ ഒരു അത് നല്ലതായിരിക്കില്ല. തലയിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു ഡിറ്റീരിയേഷൻ, അതിന് ഒരു നിർജീവമായി പോകും. അതിനൊരു നോർമൽ ഒരു ഫങ്ഷൻ ഉണ്ട്. രോമങ്ങളെ നറിഷ് ചെയ്യുക, ഹെയർ ഫോളിക്കിൾസിനെ ബെറ്റർ ആക്കുക, ഇതെല്ലാം. പക്ഷേ ചൂട് ഡയറക്റ്റായിട്ട് പോകുന്ന സമയത്ത് ഹെയർ ഫോളിക്കിൾസിൻ്റെ നോർമൽ ഫങ്ഷനിങ് തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് ഹെയർ ഫോൾ കൂടാം, ഹെയർ തിന്നിങ് കൂടാം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ടാവും. അപ്പോൾ ശരീരത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് ചൂടുവെള്ളം ഉപയോഗിക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോൾ പറയുന്നത് ഈ ആയുർവേദത്തിൻ്റെ ചികിത്സയുടെ സമയത്ത് മാത്രമല്ല, നോർമൽ ലൈഫ് സ്റ്റൈൽ. അതെ അതെ, നോർമൽ ലൈഫിൽ നമ്മൾ ഇങ്ങനെ തന്നെ ശീലിക്കുന്നതാണ് നല്ലത്. ചിലർ പെട്ടെന്ന് തന്നെ ചൂടുവെള്ളവും പച്ചവെള്ളവും മിക്സ് ചെയ്ത് തലയിലേക്കും ശരീരത്തിലേക്കും ഒഴിക്കുന്നു. അത് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് പറയുമ്പോൾ തലയിലേക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള, ചൂടുവെള്ളമല്ല നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ഉപയോഗിക്കുക തല കഴുകാൻ വേണ്ടിയിട്ട്. ശരീരത്തിലേക്ക് ഒരിത്തിരി ചൂടായിട്ടുള്ള ഇതാണ്, അത് സുഖോഷ്ണം എന്നാണ് പറയുന്നത്. സുഖകരമായിട്ടുള്ള ഉഷ്ണത്തിലുള്ള ജലം കൊണ്ട് കുളിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു എനർജി അത് നമുക്ക് ഫീൽ ചെയ്യും, ചൂടുവെള്ളത്തിലുള്ള കുളി. പക്ഷേ എല്ലാവർക്കും ഒന്നല്ല, എല്ലാവരും ചിലർ പറയാറുണ്ട് എനിക്ക് ചൂടുവെള്ളം പറ്റില്ല, പച്ചവെള്ളമാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ നിർബന്ധിക്കാറില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ബോഡിയിൽ സാധ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് അത് തുടരാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ കർക്കിടക ചികിത്സയുടെ കാര്യം പറഞ്ഞു, അത് ഈ ഓഗസ്റ്റ് പകുതി ആ സമയം വരെയാണല്ലോ ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. പിന്നീടുള്ള ഒക്ടോബർ മാസം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രത്യേകതയുള്ളൊരു സമയമാണോ? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അതുമായി ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം പിന്നെയുള്ള ജീവിത ശൈലി മുന്നോട്ട് പോകാൻ എന്നുള്ളത് പറഞ്ഞു. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഈ ഓഗസ്റ്റിന് ശേഷം ഒക്ടോബർ മാസം ആ സമയങ്ങളിൽ എന്തെങ്കിലും ആയുർവേദം സജസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ ആ സമയത്തിന്? മഴക്കാലം കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ചെറുതായിട്ട് കാലാവസ്ഥ മാറി വരുന്നതാണല്ലോ. അപ്പോൾ ശരീരത്തിന് തന്നെ മഴക്കാലത്തുണ്ടാകുന്ന ആ ഒരു ടെക്സ്ചർ ആയിരിക്കില്ല ശരീരത്തിൻ്റെ സ്കിന്നിന് പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ ഡ്രൈ ആകാനുള്ള സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ മുന്നോട്ട് പോകുന്തോറും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാദം കൂടുന്ന സാഹചര്യങ്ങൾ, കുറച്ചുകൂടെ തണുപ്പ് കൂടും. ഇപ്പോൾ ഒക്ടോബർ നവംബർ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ തണുപ്പുള്ള സീസണാണ്. ആ സമയത്ത് സ്കിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം നമുക്ക് നമ്മൾ കൂടുതലധികം മോയ്സ്ചറൈസറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളാണ് ഇതെല്ലാം, വിൻ്റർ സീസൺ എന്ന് പറയുന്നത്. ആ സമയത്ത് ഹീൽസിൽ ക്രാക്ക് ഉണ്ടാകാനും ഒക്കെയുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്ന എണ്ണയിട്ട് തേച്ച് കുളിക്കൽ എന്ന് പറയുന്നത് ഹാബിറ്റാക്കുന്നത് നല്ലതായിരിക്കും. അത് തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്.
പിന്നെ നമ്മുടെ ബോഡിയെ നറിഷ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക. പാലുൽപ്പന്നങ്ങൾ, തൈരാക്കണ്ട, ബട്ടർ മിൽക്ക് പോലെയുള്ളതെല്ലാം ഉപയോഗിക്കാം. തൈര് കുറച്ചുകൂടെ മറ്റൊരു തരത്തിലുള്ള ഗുണമാണ് തരുന്നത്. അപ്പോൾ തൈരിന് ഒഴിവാക്കേണ്ടത് സ്കിന്നിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. സോൾട്ടി ആയിട്ടുള്ള കണ്ടൻസ് കുറയ്ക്കുക. കൂടുതൽ നറിഷ്മെൻറ്റ് കൂടുതൽ വരുത്ത രീതിയിൽ, അതായത് ശരീരത്തിൽ മോയ്സ്ചർ ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹാബിറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിന് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള ഒരു രീതിക്ക് എണ്ണയിട്ട് കുളി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുടർന്ന് കൊണ്ടുപോകാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും സംസാരിക്കാൻ, പക്ഷേ സമയപരിമിതി മൂലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ഡോക്ടർ അതിഥിയായി എത്തിയതിന്. താങ്ക് യു സോ മച്ച്. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. പങ്കജകസ്തൂരിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഊർമിള നായരാണ് നമ്മളോട് കർക്കിടക ചികിത്സയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണം നമുക്ക് നൽകിയത്. ഇതോടെ ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം.